നമസ്കാരം. മണ്ണാർക്കാട് CPM പാർട്ടി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞത് തമാശയ്ക്കെന്ന് പ്രതി അഷ്റഫ്. CPM നേതാക്കളായ മൻസൂറിനും DYFI ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീരാജിനുമൊപ്പം സംസാരിക്കുന്നതിനിടെ വെല്ലുവിളിച്ചപ്പോൾ ചെയ്തതാണെന്നും അഷ്റഫ് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 8:55-നായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ പ്രതി ഓഫീസിന് മുന്നിലെത്തി മാലപ്പടക്കം പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അതേസമയം പിടിയിലായ അഷ്റഫ് പ്രവർത്തകനല്ലെന്ന് CPM വ്യക്തമാക്കി. CPM പ്രവർത്തകനായ അഷ്റഫിനെ PK ശശി അനുകൂലിയായിട്ടാണ് പാർട്ടി നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. കലാപശ്രമം, അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ കൈവശം വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. CPMൽ സംഘർഷമുണ്ടാക്കാനാണ് അഷ്റഫ് പടക്കമെറിഞ്ഞതെന്നാണ് FIR. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തരിൽ ഒരാളായിരുന്നു ശശി. പാർട്ടി അച്ചടക്ക നടപടിയെടുത്തിട്ടും ശശിയെ KTDC തലപ്പത്ത് നിന്ന് മുഖ്യമന്ത്രി മാറ്റിയിരുന്നില്ല. CPM പ്രാദേശിക നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി CPM നേതാവും KTDC ചെയർമാനുമായ ശശി രംഗത്തെത്തിയിരുന്നു. മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു ശശിയുടെ പരാമർശം. കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെയെന്ന് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു ശശിയുടെ ആവേശകരമായ പ്രസംഗം. അച്ചടക്ക നടപടിയുടെ ഭാഗമായി PK ശശിയെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ആയുർവേദ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിലേക്ക് PK ശശിയെ വിളിച്ചതിൽ CPMൽ മുറിമുറുപ്പുണ്ടായിരുന്നു. പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിലും പ്രാദേശിക നേതൃത്വം ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ആദ്യം പ്രചാരണമുണ്ടായിരുന്നു. പിന്നീട് നിലപാട് മാറ്റി. മണ്ണാർക്കാട്ടെ പൊതുസമൂഹത്തോട് തനിക്കുള്ള ബന്ധം ആകാശമുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും മുറിച്ചു കളയാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് ശശി പറഞ്ഞു. ശശിക്കെതിരെ പാലക്കാട് CPM പ്രകടനം നടത്തി. ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളെ നേരെ പോരിന് വന്നാൽ തച്ചു തകർക്കും, സൂക്ഷിച്ചോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് മുഴക്കിയത്. മണ്ണാർക്കാട് നഗരത്തിലാണ് പ്രകടനം നടത്തിയത്. ഇതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ രംഗത്തെത്തി. പൊന്നുമോനെ അഷ്റഫെ, ഏതെങ്കിലും തമ്പുരാന്റെ വാക്കേട്ട് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ 2 കാല് കുത്തി നടക്കില്ല എന്നായിരുന്നു ആർഷോയുടെ വെല്ലുവിളി. അങ്ങനെ വിവാദം പലതലത്തിലെത്തുകയാണ്. അതിനിടെ ശശി UDFൽ എടുക്കുന്നതിനെ യൂത്ത് കോൺഗ്രസും വിമർശിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് CPM ഓഫീസ് ആക്രമണത്തിൽ പ്രതിയുടെ വിചിത്ര വിശദീകരണവും പുറത്തു വന്നത്. ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. മുമ്പ് PK ശശിയുടെ ഡ്രൈവറായിരുന്നു. ശശി സ്നേഹിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹത്തിന് സംഭവവുമായി ബന്ധമില്ല. മൻസൂറിനും ശ്രീരാജിനും ഒപ്പം ഇരുന്ന് സംസാരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ടെന്നും അഷ്റഫ് പറഞ്ഞു. എന്നാൽ അഷ്റഫിന്റെ വാദങ്ങൾ മണ്ണാർക്കാട് പോലീസ് തള്ളി. മൻസൂർ, ശ്രീരാജ് എന്നിവർക്കൊപ്പം ഉണ്ടായിരുന്ന കാര്യം പ്രതി മൊഴി നൽകിയിട്ടില്ല. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 288, 192, ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ടിലെ 9B, 1B എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. KTDC ചെയർമാൻ PK ശശിയുടെ മുൻ ഡ്രൈവറാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെന്നും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം നടന്ന സമയത്ത് അഷ്റഫ് മദ്യപിച്ച സ്വബോധമില്ലാത്ത നിലയിലായിരുന്നു. അടുത്ത ദിവസം ഇയാളെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അവൻ്റെ തലയ്ക്ക് വല്ല വെളിവുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലെന്നും അയാൾക്ക് CPMുമായി ഒരു ബന്ധവുമില്ലെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ പ്രതികരണം. ലീഗ് ഭരണമുള്ള മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ CPMനെയും DYFഐയും വെല്ലുവിളിച്ച് PK ശശി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് ഈ സംഭവം. മണ്ണാർക്കാട് സജീവ സാന്നിധ്യമായി ഉണ്ടാകുമെന്ന് പറഞ്ഞ PK ശശിയുടെ ബിഗ് ബി സിനിമയിലെ ഡയലോഗാണ് നേതൃത്വത്തിൽ പുകച്ചിലുണ്ടാക്കിയത്. പാലക്കാട്ടെ CPM നേതൃത്വം ഒന്നടങ്കം PK ശശിക്കെതിരാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തെന്ന് ആർക്കും അറിയില്ല. പാർട്ടി അച്ചടക്ക നടപടി എടുത്തിട്ടും KTDCയിൽ നിന്നും ശശിയെ മാറ്റിയില്ല. പാർട്ടിയിലെ പല കോണുകളും ഇക്കാര്യത്തിൽ അതൃപ്തരായിരുന്നു. പക്ഷേ പിണറായിയുടെ നിലപാട് ശശിക്ക് അനുകൂലമായിരുന്നു. ഇപ്പോഴത്തെ വിവാദത്തിൽ പിണറായി എന്ത് നിലപാടെടുക്കുമെന്നതാണ് നിർണായകം. ശശിയെ KTDCയിൽ നിന്നും മാറ്റാൻ CPM ജില്ലാ ഘടകം വീണ്ടും ആവശ്യപ്പെട്ടേക്കും.